ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ശങ്കരണ്ണന്റെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച്. നോക്കാനും പറയാനൊന്നും ഇല്ല. അരെ ക്യാ അവരാതെ ബായ്, ഇതിനെ കുറിച്ചൊക്കെ എന്ത് പറയാനാണ്. തുടങ്ങുന്നത് എങ്ങനെയോ തുടങ്ങുന്നു, ഇടയിൽ ഒരു ഫ്ലാഷ് ബാക്ക് വരുന്നു, അവസാനിപ്പിക്കുന്നത് എന്തോ. 96 ഇയാൾ ഇനിയും പുറത്തേക്ക് വന്നിട്ടില്ല. എങ്ങനെയോ ഞാൻ എണീറ്റ് ഓടാണ്ട പോകുന്നതാണ്. സംഭവം ശരിയാണ്, ഇന്ത്യൻ ടൂവിനെക്കാളും കുറച്ചൊക്കെ ബെറ്റർ ആണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ടു നമുക്കൊക്കെ ഒരു മുൻവിധി ഉണ്ടായിരുന്നു എന്നെങ്കിലും പറയാം. കാരണം ഈ ട്രെയിലർ ഇറക്കിയ സമയത്ത് തന്നെ ഒരുപാട് ഇല്ലോജിക്കൽ പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷെ റാം ചരണിന്റെ ഒപ്പം ഒരു പടം ചെയ്യുക, അതും കാർത്തിക് സുബ്രാജ് സ്റ്റോറി എഴുതുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഒരു ഫൺ എന്റർടൈനർ, ആക്ഷൻ എന്റർടൈനർ എന്നുള്ളതൊക്കെ ആയിരുന്നു. ഇതിന്റെ തുടക്കം തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ IAS ഓഫീസറായിട്ട് പോവുകയാണ്. അപ്പൊ IAS ഓഫീസറെ ഇടിക്കാൻ വേണ്ടി കുറെ 6 പേര്, സ്റ്റാർട്ടിങ് തന്നെയാണോ പറയുന്നത്, ഒരു 5-6 പേര് ട്രെയിനിൽ കയറിയിട്ട് ഇടിക്കാൻ പോകണം. അപ്പൊ തുടങ്ങാണ് ബിൽഡപ്പ്. അണ്ണേ ഞങ്ങൾ 5 പേര് ഇറുക്കുക, അവനെ തല്ലെറുതുക്കുക. അപ്പൊ അപ്പുറത്തുനിന്ന് അണ്ണൻ പറയും, അയ്യോ 5 പേര് പോരാ, 10 പേര് പോണെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ അവൻ ആരായിരുന്നു എന്നൊക്കെ ചോദിക്കുക. അപ്പൊ അവൻ ഇതിനു മുന്നേ അവൻ IPS ആയിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുത്തം പറന്നങ്ങ് പോണാണ് ട്രെയിനിന്റെ പുറത്തേക്ക്. അപ്പൊ അതാ വരുന്നു നമ്മുടെ ലുങ്കിയും ഒരു കട്ട് ബനിയനും ഇട്ടിട്ട് നമ്മുടെ നായകൻ റാം ചരൺ ചാടി വരികയാണ് റോപ്പൊക്കെ ഇട്ടിട്ട്. ഇതൊക്കെ ഏത് കാലത്ത് ഇൻട്രോ ആണെന്ന് തമ്പുരാൻ അറിയാം. മാസ് മസാല എന്റർടൈനറിന്റെ ഒക്കെ പാറ്റേൺ ഒക്കെ എപ്പോഴും പൊളിച്ചെഴുതിയതാണ്. നമ്മുടെ തെലുങ്ക് ഇൻഡസ്ട്രി ആണെങ്കിലും കന്നഡ ഇൻഡസ്ട്രി ആണെങ്കിലും മലയാളം ഇൻഡസ്ട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ എപ്പോഴോ പൊളിച്ചെഴുതിയ സാധനം. അത് കഴിഞ്ഞ് വരുന്നു നായകൻ പെട്ടെന്ന് കോളേജിലത്തെ പരിപാടി പിടിക്കുന്നു. കോളേജിൽ പോയിട്ട് കഞ്ചാവ് വിൽക്കുന്നവനെ എടുത്തിട്ട് അടിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും IAS ഓഫീസറായിട്ട് പിന്നെയും ഇപ്പോഴത്തെ കാലത്തേക്ക് കാണിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് IAS ഓഫീസേഴ്സ് അപ്പുറത്തും ഇപ്പുറത്തും ബോർഡർ ഒന്നും താണ്ടാൻ പാടില്ല, താണ്ടി കഴിഞ്ഞാൽ അപ്പം പിടിച്ച് സസ്പെൻഡ് ചെയ്തോളണം എന്നുള്ള പരിപാടിയൊക്കെ കാണിക്കുന്ന സമയമൊക്കെ ഞാൻ വായും പൊളിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. കോമാളിത്തരം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേ അറ്റം കോമാളിത്തരം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശങ്കരണ്ണന്റെ റേഞ്ച് പാട്ടുകളാണ്. പാട്ടെന്നൊക്കെ പറഞ്ഞാൽ 10-75 കോടി പൊട്ടിച്ചിട്ടുണ്ട്, എന്തിനോ വേണ്ടി പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ഇന്റർവൽ ബ്ലോക്ക് കുറച്ച് രസമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് അച്ഛൻ റാംചരന്റെ ഒരു ഫ്ലാഷ് ബാക്ക്. ആ ഒരു പരിപാടി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു 10-20 മിനിറ്റ്. അത് കഴിഞ്ഞാൽ വീണ്ടും ശങ്കരണ്ണൻ ഓൺ ട്രാക്ക്, അപരാധം ട്രാക്കിലേക്ക് കയറി വരും തിരിച്ചു വീണ്ടും. എന്തൊക്കെയോ IAS ഓഫീസർ ആണെന്ന് പറഞ്ഞിട്ട് കാട്ടപരാധങ്ങൾ കാട്ടുന്നു. ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് എലക്ഷനാണ്, നമ്മള് വില്ലൻ SJ സൂര്യ ആണല്ലോ, ചീഫ് മിനിസ്റ്റർ ആവുന്നത് തടയുക എന്നുള്ളതാണ് മൂപ്പരുടെ ലക്ഷ്യം. അപ്പൊ ഇവൻ അനങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ IAS ഓഫീസറായിട്ട് വന്നിട്ട് മൂപ്പരക്ക് പണി കൊടുക്കലാണ് പണി. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കൗണ്ടിങ് തുടങ്ങുന്ന സമയത്ത് അത്രയും വലിയൊരു സംഭവത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കലാണല്ലോ പോലീസിന്റെ ഒക്കെ ജോലി. അപ്പൊ പോലീസുകാർ വന്നിട്ട് ഇവനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, സാർ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാർ? അപ്പോൾ റാംചരൺ വേഗം വന്നിട്ട് പറയാണ്, അയ്യോ മക്കളെ, നിങ്ങൾക്ക് വീട്ടിൽ പോകണ്ടല്ലേ, നിങ്ങൾക്ക് കൂട്ടുകുടുംബമൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾ വീട്ടിൽ പോക്കും. ഇവരെ ഒറ്റയ്ക്ക് ഞാൻ ഡീൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത സെക്കൻഡിൽ അവിടെ ഒരു 5 JCB ഒക്കെ വരും. അത് JCB ഒക്കെ എങ്ങനെ വന്നു എന്നുള്ളത് പോലും അറിയില്ല. എത്ര നേരം ഇല്ലാത്ത JCB എവിടുന്ന് പൊട്ടിമുളച്ചു എന്ന് പോലും എനിക്കറിയില്ല. അപ്പോഴത്തേക്ക് ഒരു 100 ഗുണ്ടകൾ അവിടുന്ന് വരുന്നു, JCB വെച്ചിട്ട് അവരെ വാരിയെടുത്ത് എറിയുന്നു. അയ്യയ്യോ, തലവേദന സഹിക്കാൻ പറ്റില്ല. അത് പോരാണ്ട് ഇങ്ങേരുടെ കയ്യിലൊരു കമ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇരുമ്പ് വടിയില്ല, അതൊക്കെ കുത്തി ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ അടിക്കുന്ന അടി കാണണം, പെറ്റ തള്ള സഹിക്കില്ല. 36 സൾഫ്യൂരിക് ആസിഡിൽ ചാടി മരിക്കുന്ന സീനൊക്കെ അത് അതിലും വലിയ കോമഡി. ഇത്രയും നിർഗുണന്മാരായിട്ടുള്ള ഒരു പോലീസുകാർ ശങ്കറിന്റെ ഈ അടുത്ത കാലത്തുള്ള പടത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇതിനു മുമ്പ് ഇന്ത്യൻ ടൂവിൽ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ അത് വേറെ. അയ്യോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്നാലും കാർത്തിക് സുബ്രാജൊക്കെ ഇതിൽ സ്റ്റോറി എഴുതി എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്ക് വളരെയധികം പരിതാപകരമായിട്ടുള്ള അവസ്ഥയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നും എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനൊന്നുമില്ല. ആ വഴിക്ക് പോവാണ്ടിരിക്കാൻ നല്ലത്. എനിക്ക് തലവേദന എടുത്തിട്ട് ഒച്ചപ്പാടും വിളിയും ബഹളമാണ്. ആകെ ഒരു പോസിറ്റീവ് പറയാനുണ്ടെങ്കിൽ നമ്മുടെ തമനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. അതിൻ്റെ ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ വലിയ കുഴപ്പമില്ല. പാട്ടുകളൊക്കെ വൻ ശോകം എന്നൊക്കെ പറഞ്ഞാൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിലും അത് അതിനും മുകളിൽ വെറുപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. വയ്യാണ്ടായി, സത്യം പറയാലോ, വയ്യാണ്ടായി.